വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമെൻമെൻറ്റിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അമെൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ തുടർച്ചയായ ഭാഗമാണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുണ്ടായിരുന്നത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഓഡിറ്റുമായിട്ട് ഡേറ്റ്സൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഓഡിറ്റിൻ്റെ അമെൻമെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. സെക്ഷൻ 63 DCAയുമായി ബന്ധപ്പെട്ട സെക്ഷൻ. സെക്ഷൻ 63 എന്ത്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നത്. പിന്നെ സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. അതാണ് സെക്ഷൻ 64. പിന്നെ വരുന്നത് റൂൾ 64 റൂൾ 64 ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റൂളാണ്. സെക്ഷനിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടോ? ഇല്ല. റൂളിലാണ് റൂൾ 64 ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ റൂൾ 64A എന്താണ്? ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്ററാണ് പറയുന്നത്. റൂൾ 64B എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ചാപ്റ്ററിൽ 8A എന്ന് പറഞ്ഞതാണ് എന്ത്? ഈ ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ 8A KCS ആക്ടിൽ കോപ്പറേറ്റീവ് ഓഡിറ്റ് കിടക്കുന്നത്. 8B വരുന്നത് ഇൻക്വയറി, സസ്പെൻഷൻ, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ് ആ ഭാഗമാണ്. ചാപ്റ്റർ 8 പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്, അങ്ങനെയാണ് കിടക്കുന്നത്. പാർട്ട് എയിൽ കോപ്പറേറ്റീവ് ഓഡിറ്റും ബിയിൽ വരുന്നത് ഇൻക്വയറി, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ് ആണ്. 63 DCA ആണ്. 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. റൂൾ 64 എന്താണ്? ഓഡിറ്റാണ്. റൂൾ 64A എന്താണ്? ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്ററാണ്. റൂൾ 64B എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ടാണ്. റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ അമെൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ്സുകളുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് നന്നായി ഉറപ്പിച്ച് പോകാം. ഇതിൻ്റെ കൂടെ അവസാനം നമുക്ക് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് ഇതിലെ ഡേറ്റ്സ് മൊത്തം ഒന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം. സെക്ഷൻ 63 DCAയിൽ 63 1 വരുന്നുണ്ട്. 63 1 എന്താ വരുന്നത്? 63 1 വരുന്നത് ഗവൺമെൻറ്റാണ് DCAനെ ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ടൊരു ഗസറ്റൊക്കെ വെച്ച് നോട്ടിഫിക്കേഷൻ വെച്ച് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ ആരാ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ് അല്ലേ. എന്താ അവരുടെ ജൂറിസ്ഡിക്ഷൻ? എവിടെ? സ്റ്റേറ്റ് മുഴുവനാണ്. എന്നാ ഡേറ്റ്? 1/1/2000 ഈ ഒരു പോസ്റ്റ് വരുന്നത്. 1/1/2000 DCA എന്ന് പറഞ്ഞ പോസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. ആരാണ് DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ്. നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ഫോർ ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജൂറിസ്ഡിക്ഷൻ ഓവർ ദ ഹോൾ സ്റ്റേറ്റ് ആണ്. 1/1/2000 DCA നിലവിൽ വരുന്നത്. അതാണ് 63 സബ്സെക്ഷൻ 1 പറയുന്ന കാര്യങ്ങൾ. 63 സബ്സെക്ഷൻ 2 പറയുന്നത് അവരുടെ ടേമും കണ്ടീഷൻസും ഒക്കെയാണ്. ക്വാളിഫിക്കേഷൻസ് ആൻഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ പേഴ്സൺസ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് ദ DCA ആവാനുള്ള ക്വാളിഫിക്കേഷൻസ്, അതിൻ്റെ ടേംസും കണ്ടീഷൻസും എന്തെല്ലാമാണെന്നാണ് 63 സബ്സെക്ഷൻ 2 പറയുന്നത്. പിന്നെ 63 സബ്സെക്ഷൻ 3 വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? കൺഫർ ചെയ്യാം. ഒന്നുകിൽ മുഴുവൻ പവറും അല്ലെങ്കിൽ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ DCA ടു ഹിസ് സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ RCSൻ്റെ കീഴിൽ ഉള്ളവർക്കും കൊടുക്കാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗവൺമെൻറ് മേ കൺഫർ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ DCA ടു ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് RCSൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്കും എന്ത് ചെയ്യാം? ഈ ഒരു കൺഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്ന DCAയുടെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യുന്ന ഡെലിഗേഷനെ കുറിച്ച് പറയുന്നതാണ് 63 സബ്സെക്ഷൻ 3 പറയുന്നത്. പിന്നെ വരുന്നതാണ് 63 സബ്സെക്ഷൻ 4. അവിടെയാണ് അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്ന പോയിന്റുകളൊക്കെ അതേപോലെ നിലനിർത്തുകയും വേറെ ഒരു പോയിന്റ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന പോയിന്റ് തന്നെയാണ് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ ഡാഷ്. ആരുടെ ഡ്യൂട്ടിയാണ്? ടു കോസ്
കോസ് ടു ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ. അത് ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് പറയണത്? മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആസ് പെർ സെക്ഷൻ 63 സബ്സെക്ഷൻ 4 ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിങ് കമ്മിറ്റി കോസ് ടു ഓഡിറ്റ് ടു ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ എന്ന് പറയുന്നത് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. പിന്നെ അടുത്തത് പറയുന്നത് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് വിത്തിൻ ഡാഷ് ഓഫ് ദ ക്ലോസ് ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇയർ ടു വിച്ച് സച്ച് അക്കൗണ്ട്സ് റിലേറ്റ്. എത്ര നാൾക്കുള്ളിൽ, അതായത് സാമ്പത്തിക വർഷം അവസാനിച്ച് എത്ര മാസത്തിനകമാണ് ഓഡിറ്റ് നടത്തേണ്ടത് എന്ന് പറയുന്നത്? ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് വിത്തിൻ 6 months ആണ് പറയുന്നത് അല്ലേ. 6 months ഓഫ് ദ ക്ലോസ് ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 6 മാസത്തിനകം എന്ത് ചെയ്യണം? ഓഡിറ്റ് നടത്തണം എന്നാണ് പ്രതിപാദിക്കുന്നത്. പിന്നെ അടുത്തൊരു കേസ് പറഞ്ഞിട്ടുള്ളത് ഇൻ ദ കേസ് ഓഫ് ദോസ് സൊസൈറ്റീസ് വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ്. ഈ ഒരു സെൻറ്റൻസ് ആണ് ഇപ്പോൾ അമെൻഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്, പുതുതായിട്ട് വന്നിട്ടുള്ള. ഈ 6 months അതുപോലെ തന്നെ ആദ്യം ഉള്ളതാണ് മാനേജിങ് കമ്മിറ്റിയാണ് അതിന് ഉത്തരവാദി എന്നൊക്കെ പറയണത് ആദ്യമേ ഉള്ളത്. അപ്പോൾ ഈ സെൻറ്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കുന്ന സൊസൈറ്റികൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദാറ്റ് പർപ്പസ് ഷാൾ ബി ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ഓഡിറ്റർ. ഓഡിറ്ററായിട്ട് ഡ്യൂലി സർട്ടിഫൈഡ് ചെയ്തിട്ട് വിത്തിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺസിന് വിത്തിൻ 3 months ആണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ദോസ് സൊസൈറ്റീസ് വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദാറ്റ് പർപ്പസ്. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡ്യൂലി സർട്ടിഫൈഡ് ചെയ്യണം ഓഡിറ്ററെ കൊണ്ട് വിത്തിൻ 3 months 3 മാസത്തിനകം. എന്ന് ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 3 മാസത്തിനകം ഇവരെ കൊണ്ട് സർട്ടിഫൈ ചെയ്യണം ഓഡിറ്ററിനെ കൊണ്ട്. എന്നിട്ട് ഫയൽ ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 മാസം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ആസ് പെർ സെക്ഷൻ 63(9) ആണ് പിന്നെ അമെൻമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് 63(4) ബന്ധപ്പെട്ട കാര്യങ്ങൾ, 63 സബ്സെക്ഷൻ 4 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് തൊട്ടിട്ടുള്ളതെല്ലാം 63 സബ്സെക്ഷൻ 4 ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 63 കഴിഞ്ഞ 63 സബ്സെക്ഷൻ 5 എന്താ പറയണമെന്ന് വെച്ചാൽ 5 പറയുന്നത് ഓഡിറ്റ് മാനുവലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓഡിറ്റ് മാനുവൽ ആരാ അപ്രൂവ് ചെയ്യുന്നത്? DC ആണ് അപ്രൂവ് ചെയ്യുന്നത് അല്ലേ. 5 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുകയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻസും ഡയറക്ഷൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? പൊതുവേ രജിസ്ട്രാറാണ്. പക്ഷേ രജിസ്ട്രാറിൻ്റെ കൂടെ നബാർഡും RBIയും ഉണ്ട് കേട്ടോ. ആരുണ്ട്? ഗൈഡ് ലൈൻസ് ഓർ ഡയറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ, നബാർഡ് ഓർ RBI. ഇവർ കൂടി ഗൈഡ് ലൈൻസും ഡയറക്ഷൻസും എന്തുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് മാനുവലുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസും ഡയറക്ഷൻസും ഇഷ്യൂ ചെയ്യുന്നതിൽ രജിസ്ട്രാർക്ക് മാത്രമല്ല പങ്കുള്ളത്, നബാർഡിനും ഓർ RBIക്കും പങ്കുണ്ട് എന്ന് ഓർത്തിരിക്കണം. പിന്നെ 63(9) എന്താ പറയണമെന്ന് വെച്ചാൽ എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ്. ഒരു ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആരെ അപ്പോയിൻറ്റ് ചെയ്യും? DC അപ്പോയിൻറ്റ് ചെയ്യും. ഇൻ അക്കോർഡൻസ് വിത്ത് എന്ത് പ്രകാരമാണ് DCയെ ഈ ഒരു ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? എന്ത് പ്രകാരമാണ്? സ്കീം അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് അതാത് കാലങ്ങളിൽ സ്കീം പുറപ്പെടുവിച്ചിട്ടുണ്ടാവും. ആ സ്കീം സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത സ്കീം പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റിന് വേണ്ട ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? DCയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ DCA ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് ഓർത്തിരിക്കുക. അതാണ് 63(9) പറയുന്നത്. 63(9) പറയുന്നത്. അടുത്തത് ആസ് പെർ സെക്ഷൻ 63 സബ്സെക്ഷൻ 10 എന്താണ് പറയണത് നോക്കാം. എന്താ 10 പറയണത്? ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ ഡാഷ് ഷാൾ ബി ഓഡിറ്റഡ് ബൈ ഓഡിറ്റിംഗ് ഫേംസ് ഫ്രം എമംഗ്
ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ DCA എന്നാണ് പറഞ്ഞത്. പാനൽ അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നാണ് പറഞ്ഞത്. 63-10 എന്താ പറയണത്? ആരുടെയൊക്കെ അതായത് അപ്പെക്സ് സൊസൈറ്റിയുടെയും എല്ലാ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയാണ് കേട്ടോ. ഏതൊക്കെയാ? അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് എല്ലാ അർബൻ സൊസൈറ്റീസ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ അക്കൗണ്ട്സുമാണ് ഷാൾ ബി ഓഡിറ്റഡ് ബൈ ആരാ ചെയ്യുക? ഓഡിറ്റിംഗ് ഫേംസ് ആണ് ചെയ്യുക. ഓഡിറ്റിംഗ് ഫേംസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആൻഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട്സ് ടു DCA എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി ആൻഡ് ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷാൾ ബി ഓഡിറ്റിംഗ് ഫേംസ് ഫ്രം എമംഗ് ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ DCA. DCA ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ പാനലിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഓഡിറ്റിംഗ് ഫേംസിനെ വെച്ചിട്ടാണ് ആരുടെ? അപ്പെക്സ് സൊസൈറ്റിയുടെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയും ഓഡിറ്റ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ 2 പോയിൻ്റ് ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്റാണ് അല്ലേ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? ഓഡിറ്റിംഗ് ഫേംസാണ്. ആരുടെ? അപ്പെക്സ് സൊസൈറ്റിയുടെയും ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയും. 2 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി ആൻഡ് ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? DCA ഒരു പാനൽ അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഓഡിറ്റിംഗ് ഫേംസ് എന്നാണ് പറയുന്നത്. ഓഡിറ്റിംഗ് ഫേംസ് ആണ് നടത്തുന്നത്. എന്നാൽ അടുത്ത പോയിൻ്റായ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് അക്കൗണ്ട്സ് ഓഫ് അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, ഭരണസംബന്ധമായ മാറ്റേഴ്സും അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളും ആരുടെ? അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റിയുടെ. അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് അസിസ്റ്റൻസ് വാങ്ങിക്കുന്ന എല്ലാവരും അസിസ്റ്റഡ് ആണല്ലോ. അപ്പോൾ അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് അവരെന്ത് ചെയ്യും? റിപ്പോർട്ട്സ് ആർക്ക് തന്നെയാണ് സബ്മിറ്റ് ചെയ്യുക? DCAക്ക് തന്നെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ഓഡിറ്റ് ചെയ്യുന്നത് 2 വിങ് ആണെന്ന് ആലോചിക്കണം. 2 ടൈപ്പ് ഓഫ് ഓഡിറ്റേഴ്സാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അപ്പെക്സ് സൊസൈറ്റി ആൻഡ് ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഓഡിറ്റിംഗ് ഫേംസ് ആണ്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആണ് എന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി. ഇനി അടുത്തത്, ഇഫ് ദ ഓഡിറ്റ് ഡിസ്ക്ലോസസ് എനി മിസ്അപ്രോപ്രിയേഷൻ, എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷനൊക്കെ കണ്ടുപിടിക്കാമല്ലോ, അല്ലെങ്കിൽ ഫ്രോഡ്, അല്ലെങ്കിൽ ഡീഫാൾക്കേഷൻ ഓഫ് മണി ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ അസറ്റ്സ് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചാൽ ഓഡിറ്റ് ടീം ഓഡിറ്റ് ടീം പ്രിപ്പയർ ചെയ്യണം. എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഷോൾ പ്രിപ്പയർ എ സ്പെഷ്യൽ റിപ്പോർട്ട്, ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ആൻഡ് ഫോർവേഡ്. ആർക്ക് ഫോർവേഡ് ചെയ്യണം? ആർക്കാണ് ഫോർവേഡ് ചെയ്യേണ്ടത്? DCAക്കും ഫോർവേഡ് ചെയ്യണം, രജിസ്ട്രാർക്കും ഫോർവേഡ് ചെയ്യണം. DCA ആൻഡ് ദ രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ഓഡിറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. മിസ്അപ്രോപ്രിയേഷനോ ഫ്രോഡോ പണം തട്ടിപ്പോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ അസറ്റോ എന്തെങ്കിലുമൊക്കെ തട്ടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഡിറ്റ് ടീം കണ്ടെത്തുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് വേഗം ഫോർവേഡ് എന്ത് ചെയ്യും? DCAക്കും അയക്കണം, രജിസ്ട്രാർക്കും അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ റിപ്പോർട്ട് ഒന്നുകിൽ രജിസ്ട്രാർ സ്വയം അല്ലെങ്കിൽ DCA ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഈ സ്പെഷ്യൽ റിപ്പോർട്ട് ഓഡിറ്റിംഗ് ടീം പ്രിപ്പയർ ചെയ്ത സ്പെഷ്യൽ റിപ്പോർട്ട് ആർക്ക് അയക്കണമെന്ന് പറയുന്നുണ്ട്? വിജിലൻസ് ഓഫീസർക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 68A വിജിലൻസ് ഓഫീസറുടെ എൻക്വയറി ഓർമ്മയില്ലേ? ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വിജിലൻസ് ഓഫീസർക്ക് അയക്കണം. ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനും കൂടി കൈമാറണം. അത് ഇവരാണ് ചെയ്യണത്. ഇവർക്കാണല്ലോ റിപ്പോർട്ട് കിട്ടുന്നത്. സ്പെഷ്യൽ റിപ്പോർട്ട് കിട്ടുന്ന ആൾക്കാർ ഇവരാണ്. ഒന്നുകിൽ രജിസ്ട്രാർക്ക് സ്വയം അയക്കാം, അല്ലെങ്കിൽ DC ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അയക്കാം. എന്നിട്ട് അത് ആർക്ക് അയക്കണത്?
വിജിലൻസ് ഓഫീസർക്കാണ് അയക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഇങ്ങനെ എൻക്വയറി കണ്ടക്ട് ചെയ്യാനാണല്ലോ. 68 സെക്ഷൻ 68A പറയണത്. അതാണ് വിജിലൻസ് ഓഫീസർ എൻക്വയറി. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ മനസ്സിലായി എന്ന് വിചാരിക്കണു. റിവൈസ് ചെയ്യാം. നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം കേട്ടോ. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ ആരുടെയാണ്? 63 സബ്സെക്ഷൻ 4 പ്രകാരം ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. എവറി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ. ഉത്തരം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് വിത്തിൻ 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ടു വിച്ച് സച്ച് അക്കൗണ്ട്സ് റിലേറ്റ്. പിന്നെ ഇൻകം ടാക്സ് ഫയൽ റിട്ടേൺ ചെയ്യുന്നതാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ആര്? ഓഡിറ്റർ. എത്ര നാൾക്കകം? വിത്തിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. പിന്നെ എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ DCA ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ആരുടെ? അപ്പെക്സ് സൊസൈറ്റിയുടെയും ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ഓഡിറ്റിംഗ് ഫേംസ് ആണ്. ഈ ഓഡിറ്റിംഗ് ഫേംസിനെ ആരാണ് സെലക്ട് ചെയ്യുക? ഒരു പാനൽ അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും. DCA അതിൽ നിന്നും സെലക്ട് ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും റിലേറ്റഡ് അക്കൗണ്ട്സ് ഓഫ് അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും റിലേറ്റഡ് അക്കൗണ്ട്സും ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആണ് എന്നോർക്കുക. എന്നിട്ട് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? DCAക്ക് കൊടുക്കണം. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫ്രോഡ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കി അത് DCAക്കും രജിസ്ട്രാർക്കും അയക്കണം. DCA രജിസ്ട്രാറും അത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ രജിസ്ട്രാർ സ്വയം അല്ലെങ്കിൽ DCAയോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ആ സ്പെഷ്യൽ റിപ്പോർട്ട് ആർക്ക് അയക്കണം? വിജിലൻസ് ഓഫീസർക്ക് അയക്കണം. 68A പ്രകാരമുള്ള ഡീറ്റെയിൽഡ് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് അയക്കേണ്ടത്. ഓക്കെ, ഇത്രയും പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പർ ആയിരിക്കണം. ഷാൾ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയുന്നത് മെമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ മെമ്പറായി ഒരാൾ മെമ്പർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺവീനർ മെമ്പർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. ആദ്യം ഹു നീഡ് നോട്ട് ബി ആയിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഹു ഷാൽ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, കൺവീനർ ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാനേജിങ് കമ്മിറ്റി ആണല്ലോ ജനറൽ ബോഡി അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ച് ഓഡിറ്ററിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ആരാ ചെയ്യേണ്ടത്? മാനേജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞു. ഇനി മാനേജിങ് കമ്മിറ്റി ഇങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിക്കുക. 63 സബ്സെക്ഷൻ 12 അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. 63 സബ്സെക്ഷൻ 12 പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജിങ് കമ്മിറ്റി ടു കൺവീൻ ജനറൽ ബോഡി, അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഓഡിറ്റേഴ്സിനെയോ ഓഡിറ്റിംഗ് ഫേമിനെയോ അതേതാണെന്ന് അവരാണ് തീരുമാനിക്കുക, അല്ല അവരുടെ സ്ട്രക്ചർ അനുസരിച്ച് അവർ തീരുമാനിക്കുക. അപ്പോൾ അത് പ്രകാരം കണ്ടക്ട് ചെയ്യും. ഇനി അവരത് കണ്ടക്ട് ചെയ്തില്ല എന്ന് വെക്കാം. ഇഫ് ദ കമ്മിറ്റി ഫെയിൽ ആവുകയാണ്, അത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വിചാരിക്കും. അപ്പോൾ രജിസ്ട്രാർ എന്ത് ചെയ്യും? ഈ കമ്മിറ്റീനെ സൂപ്പർസീഡ് ചെയ്യും അല്ലേ. അതിന് ശേഷം ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരണം വരും. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ ഒരാളാവാം അല്ലെങ്കിൽ ഒന്നിലേറെ ആൾക്കാരും. 3 ആളിൽ കൂടരുതെന്നാണ് പറയണത്. നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഹു ഷാൾ ബി, പണ്ട് പറഞ്ഞിരുന്നത് ഹു നീഡ് നോട്ട് ബി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം പറയണത് ഹു ഷാൾ ബി ദ മെമ്പർ ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. കൺവീനർ ആരായിരിക്കണം? മെമ്പർ ആയിരിക്കണം. ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് 12A ആണ് പറഞ്ഞത് കേട്ടോ. സെക്ഷൻ 63 12A പറയുന്നത് നോ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൾ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ 2 കോൺസിക്യൂട്ടീവ് ഓഡിറ്റ്. തുടർച്ചയായിട്ട് 2 ഓഡിറ്റ് കൂടുതൽ ഒരു ടീമിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് അറിയാലോ, അങ്ങനെ തുടർച്ചയായിട്ട് ഒരു ടീം തന്നെ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കള്ളത്തരം പുറത്തു വരില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. നോ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൾ ബി ഇൻട്രസ്റ്റഡ് വിത്ത് ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ 2 കോൺസിക്യൂട്ടീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി 2 ഓഡിറ്റ് എന്ത് പാടില്ല, മോർ ദാൻ 2 കോൺസിക്യൂട്ടീവ് ഓഡിറ്റ്. തുടർച്ചയായിട്ട് 2ൽ കൂടുതലായാൽ പറ്റില്ല. പിന്നെ ടീമിനെ മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി 64ലേക്ക് കടക്കുകയാണ്. അപ്പോൾ 63മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമെൻമെൻറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി 64 എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് ആണ് 64 പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് എന്താണ്? ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഡ്യൂ എന്തെങ്കിലും ഉണ്ടോ, എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്സ് ആണ്. എന്താണ് ഒരു ഓഡിറ്ററുടെ ഫസ്റ്റ് ഡ്യൂട്ടി, പ്രഥമമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ. എന്താണ് പ്രൈമറി ഡ്യൂട്ടി? വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. പിന്നെ എന്തൊക്കെ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട്? എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്സ് ഉണ്ടോ നോക്കുന്നുണ്ട്, സെക്യൂരിറ്റീസിൻ്റെ വാല്യുവേഷൻ നടത്തുന്നുണ്ട്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യുവേഷൻ എന്നൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ്. പക്ഷേ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് മറക്കാൻ പാടില്ല. വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസിൻ്റെ അതാണ് പ്രൈമറി ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. അപ്പോൾ അടുത്ത് ഇനി വരുന്നത് ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് in the case of cooperative society whose accounts are prepared using a common software or any other software approved by the registrar. ഒന്നെങ്കിൽ കോമൺ സോഫ്റ്റ്വെയർ ആയിരിക്കും, അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത സോഫ്റ്റ്വെയർ ആയിരിക്കും. ദ ഓഡിറ്റ് ഇൻക്ലൂഡ്സ് ദ ഓഡിറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓഡിറ്റിൽ ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കൂടി എന്ത് ചെയ്യണം? ഇവാലുവേഷൻ ചെയ്യണം അല്ലേ. ഇവാലുവേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആസ് വെൽ ആസ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞത് ഏത് സെക്ഷൻ പ്രകാരമാണ്? 64 സബ്സെക്ഷൻ 1A പറയണത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോമൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ വെച്ചിട്ടാണ് പ്രിപ്പറേഷനൊക്കെ നടത്തുന്നതെങ്കിൽ ഓഡിറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം? അവരുടെ ഇൻഫർമേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ അവരുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് പറയുന്ന സെക്ഷൻ 64 സബ്സെക്ഷൻ 1A പറയുന്നത്. പിന്നെ 1B എന്തു പറയണമെന്ന് നോക്കാം. 64 1B പറയുന്നത് ഇഫ് ഡ്യൂറിങ് ദ ഓഡിറ്റ് ഓഫ് ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് ഇവാലുവേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഓഫ് ഹാർഡ്വെയർ, അതായത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. Any manipulation of records or manipulation in the working of the software or hardware is revealed, the auditor shall inform the manipulations to the DCA and the registrar. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയറും ഹാർഡ്വെയറൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ്സിൻ്റെ എന്തെങ്കിലും മാനിപ്പുലേഷൻ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആരെയാണ് അറിയിക്കുക? ഇൻഫോം ചെയ്യുക. സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുക്കണം എന്ന് നേരത്തെ പറഞ്ഞത് തന്നെ ആൾക്കാർക്ക് തന്നെ DCAക്കും രജിസ്ട്രാർക്കും അറിയിക്കണം. ഇങ്ങനൊരു പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കണം. പിന്നെ അടുത്തത് പറയുന്നത് ആസ് പെർ സെക്ഷൻ 64 1C പറയുന്നത് രജിസ്ട്രാർ ഹിംസെൽഫ് ഒന്നെങ്കിൽ സ്വയം അല്ലെങ്കിൽ DCAനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അത് പോലീസിനെയോ വിജിലൻസ് ഓഫീസർ ഫോർ ഇൻവെസ്റ്റിഗേഷന് അറിയിക്കണമെന്നാണ് പറഞ്ഞത്. ആ പോയിന്റ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് തന്നെ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെ ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കാം. പിന്നെ അടുത്തത് പറയുന്നത് ആസ് പെർ സെക്ഷൻ 64 4A വരുന്നത് കേട്ടോ. അപ്പോൾ 64 4A എന്താണെന്ന് വെച്ചാൽ 4 എന്താണ് പറയണമെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ് ബൈ ദ ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിന് വേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരാ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. എത്ര നാൾക്കകം, സാമ്പത്തിക വർഷം അവസാനിച്ച് എത്ര നാൾക്കകം? 1 മന്തിനകം എന്ത് ചെയ്യണം? ഇത് ഉണ്ടാക്കിയിട്ട് ഇത് എന്താ ചെയ്യുക? ഉണ്ടാക്കിയിട്ട് സബ്മിറ്റഡ് ബിഫോർ മാനേജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എവിടെ സമർപ്പിക്കുക? ഉണ്ടാക്കി കയ്യിൽ വെച്ചിരുന്നാൽ പോരല്ലോ, മാനേജിങ് കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ 1 മന്ത് ഓർത്തിരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് പണ്ടുള്ളത് തന്നെയാണ്, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഈ 1 മന്ത് പണ്ടുള്ളത് തന്നെയാണ്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് റിക്വയർഡ് ബൈ ദ ഓഡിറ്റർ. ഓഡിറ്റർക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും
മറ്റ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സും ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ്. പ്രിപ്പയർ ചെയ്യുന്നു. എത്ര നാൾക്കകം? വിത്തിൻ 1 month. 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സബ്മിറ്റഡ് ബിഫോർ ദ മാനേജിങ് കമ്മിറ്റിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ പോയിൻ്റ് കിട്ടി, 1 month കിട്ടി അല്ലേ. അത് കഴിഞ്ഞ് 64(4)(a) എന്താ പറയണമെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജിങ് കമ്മിറ്റി ടു സബ്മിറ്റ് ദ ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഓഡിറ്റ്. പിന്നെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സെക്രട്ടറി അത് സമർപ്പിച്ചു അല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി കഴിഞ്ഞു. ഇനി അത് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഓഡിറ്റിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. എത്ര ദിവസത്തിനകം? വിത്തിൻ 15 days. വിത്തിൻ 15 days ആണ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്റർക്ക് കൊടുക്കേണ്ടത് 15 ദിവസത്തിനകമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ലഭിച്ച് 15 ദിവസം ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ലഭിച്ച് 15 ദിവസം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം? അവർക്ക് സബ്മിറ്റ് ചെയ്യണം. ആർക്കാ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. വിത്തിൻ 15 days. അപ്പോൾ ഈ 15 days ആദ്യം എന്തായിരുന്നു? ആദ്യം 1 മാസം തന്നെയായിരുന്നു കേട്ടോ, 1 month തന്നെയായിരുന്നു. ആ 1 month മാറ്റിയിട്ട് ഇപ്പോൾ 15 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റ് മാറിയതുകൊണ്ടാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് വെച്ചിട്ട് കളറൊന്ന് മാറ്റി പിടിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. 15 ദിവസം. ആദ്യം 1 മാസമായിരുന്നു പറഞ്ഞിരുന്നത്, അവിടെ 1 മാസം. ചീഫ് എക്സിക്യൂട്ടീവ് 1 മാസത്തിനകം ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ അവർക്ക് കമ്മിറ്റിക്ക് മുമ്പാകെ വയ്ക്കും. കമ്മിറ്റി അത് 1 മാസത്തിനകം ആർക്ക് കൊടുക്കണം? ഓഡിറ്റർക്ക് കൊടുക്കണം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ 1 മാസമല്ല, ഇപ്പോൾ 15 ദിവസത്തിനകം ഓഡിറ്റർക്ക് കൊടുക്കണമെന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഓർത്ത് വയ്ക്കാം. പിന്നെ അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയുടെ പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എത്ര ആൾക്കാർ വേണം? നോട്ട് മോർ ദാൻ 3 persons ആണ് വേണ്ടത്. ഹൂ ഷാൾ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് എന്നായിരിക്കണം. 1 among them ആസ് എ കൺവീനർ ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. എത്ര നാളാണ്? ഫോർ എ പീരിയഡ് ഓഫ് 6 months ആണ് കേട്ടോ. നോട്ട് എക്സീഡിങ് 6 months ആണ്. ഇനി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, ഒരു 6 മാസം കൂടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോട്ട് എക്സീഡിങ് 6 months, 6 മാസത്തിൽ കുറയാത്ത പരിധിയിലാണ് അവർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കമ്മിറ്റീനെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നതെന്ന് ഓർക്കുക. ഇനി അടുത്തത് വരുന്നത് ആസ് പെർ സെക്ഷൻ 64(4)(a) ഇപ്പം നമ്മൾ പറഞ്ഞു 15 ദിവസത്തിൻ്റെ കാര്യം. അതേപോലെ തന്നെ 4(b)യിൽ വീണ്ടും ഒരു ഡേറ്റ് കടന്നു വരുന്നുണ്ട്. ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി. DCA ഷാൾ ഇഷ്യൂ ആൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വിത്ത് മെമ്മറാണ്ടം വിത്തിൻ എത്ര നാൾക്കകം? 45 days ആണ്. ആദ്യം എന്തായിരുന്നു? ആദ്യം അത് 3 മാസമായിരുന്നു കേട്ടോ. ആദ്യം 3 months ആയിരുന്നു, ഇപ്പോൾ അത് 45 days ആയി. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. അതായത് എന്ത് കിട്ടി? ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് ആർക്ക് കൊടുക്കണോ? DCAക്ക് കൊടുക്കണം. DCA ആണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ എന്തുണ്ടാവും? കോപ്പി ഓഫ് ഓഡിറ്റ് മെമ്മറാണ്ടം കൂടി ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കേണ്ട ഡേറ്റ് ആണ് വിത്തിൻ 45 days. പണ്ട് എത്രയായിരുന്നു? പണ്ട് 3 മാസമായിരുന്നു കേട്ടോ. 3 months ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് 45 days ആക്കി. അതൊന്ന് ഓർത്തിരിക്കാം. ഈ 3 ഡേറ്റുകളാണ് ഇതിൽ പ്രധാനമായിട്ട് മാറിയിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത് ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 63 ഷാൾ കംപ്ലീറ്റ് ദ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ DCA ഓർ ടു ദ പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ ഹിം. എത്ര നാൾക്കകം എന്നാണ്? 90 ദിവസത്തിനകം എന്നാണ് പറഞ്ഞത്. ആദ്യം അത് എത്രയായിരുന്നു? പണ്ടത് 4 മാസമായിരുന്നു കേട്ടോ. പണ്ട് പറഞ്ഞിരുന്നത് എത്ര നാൾക്കകം? 4 months ആയിരുന്നു. ഓഡിറ്റർ ഷാൾ കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിത്തിൻ 4 months എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം അത് 90 days ആക്കിയിട്ടുണ്ട് കേട്ടോ. വിത്തിൻ 90 days ഫ്രം ദ റിസിപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ DCA ഓർ ടു ദ പേഴ്സൺസ് ഓതറൈസ്ഡ് ഹിം. അത് എൻ്റെ ഡേറ്റ് ആണെന്ത്? വിത്തിൻ 90 days. 90 daysനകം പ്രിപ്പയർ ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം? DCAക്ക് മുമ്പാകെ സമർപ്പിക്കണം. ഓക്കെ, പിന്നെ അടുത്ത പോയിൻ്റ് എന്താ നോക്കാം. ഓൺ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ബിഫോർ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തു, എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് സമർപ്പിച്ചിട്ടില്ല. അതിന് മുന്നേ
ഇത് ഓഡിറ്റർ ഓർ ഓഡിറ്റർ ടീം, ഓഡിറ്റ് ഫേം, അതെന്തോ ആരാണോ ചെയ്യുന്നത് അവർ ഷാൾ ഡിസ്കസ്, അവർ ഡിസ്കസ് ചെയ്യണം എന്ത്, ഈ ഓഡിറ്റിങ്ങിൻ്റെ ഫൈൻഡിങ്സ് വിത്ത് ആരോട്, മാനേജിങ് കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി കൺസേർഡ് ആൻഡ് ഗെറ്റ് ദയർ റിപ്ലൈ ഇൻ റൈറ്റിംഗ്. അവരുടെ റൈറ്റിങ്ങിൽ റിപ്ലൈ വെറുതെ ചുമ്മാ കേട്ടാൽ പോരാ, റൈറ്റിങ്ങിൽ വാങ്ങണം, എഴുതി വാങ്ങണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് രേഖ വേണം, അങ്ങനെ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ രേഖ വേണം. അപ്പോൾ അതാണ് പറയുന്നത്. അതായത് ഓൺ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ബിഫോർ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ, DCAക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റർ ടീം അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേം ആരോ ആയിക്കോട്ടെ, അത് ഡിസ്കസ് ചെയ്യണം ഓഡിറ്റിങ്ങിൻ്റെ ഫൈൻഡിങ്സ് ആരോട്, മാനേജിങ് കമ്മിറ്റിയോട്, സൊസൈറ്റി കൺസേൺഡ് ആൻഡ് ഗെറ്റ് ദയർ റിപ്ലൈ ഇൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇഫ് ഓഡിറ്റ് ഡിസ്ക്ലോസസ്, ഈ ഓഡിറ്റ് എന്തെങ്കിലും ഡിഫെക്ട്സ് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് വരിക, എന്തെങ്കിലും ഡിഫെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റിയായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ, ഡാഷ് ആൾ ടേക്ക് സ്റ്റെപ്സ് ടു റെക്ടിഫൈ ദ ഡിഫെക്റ്റ് ആൻഡ് ഇറഗുലാരിറ്റീസ് പോയിൻറ്റഡ് ഔട്ട് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ, അവർ മനസ്സിലായി, ആ ശരി എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നാൽ പോരാ, അവരത് റെക്ടിഫൈ ചെയ്യണം. ആരാ അതൊക്കെ ചെയ്യേണ്ടത്, കമ്മിറ്റിയാണ് ചെയ്യേണ്ടത് കേട്ടോ. കമ്മിറ്റി ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു റെക്ടിഫൈ ദ ഡിഫെക്ട്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് പോയിൻറ്റഡ് ഔട്ട് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത്, ഈ കമ്മിറ്റി പ്ലേസ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ എവിടെ പ്ലേസ് ചെയ്യണം, അലോങ് വിത്ത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ബിഫോർ ദ ജനറൽ ബോഡി, ജനറൽ ബോഡിയിൽ വെക്കണം. അവരെന്തൊക്കെ ആക്ഷൻസ് എടുത്തു, മീറ്റിംഗ് ടു ബി ഹെൽഡ് എവറി ഇയർ, എല്ലാ വർഷവും, ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫെക്ട്സ് ഓർ ഇറഗുലാരിറ്റീസ്, എന്തൊക്കെ ഡിഫെക്ട്സ് ഉണ്ടായിരുന്നു, ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് എല്ലാ മീറ്റിങ്ങിലും, അതായത് ജനറൽ ബോഡിയിൽ വെക്കണം. ആര്, കമ്മിറ്റി വെക്കണം ജനറൽ ബോഡിയിൽ. ഇനി അടുത്തത് പറയുന്നത്, ഡാഷ് ആൾ കണ്ടിന്യൂ ടു ടേക്ക് സ്റ്റെപ്സ് ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് all the defects and the irregularities in the audit report and apprise the general body meetings every year till all the defects and the irregularities are rectified. അത് കമ്മിറ്റിയുടെ ജോലിയാണ്. കമ്മിറ്റി റെക്ടിഫൈ ചെയ്തു, ഡിഫെക്ട്സ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി, ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചാൽ മാത്രം പോരാ, എല്ലാ വർഷവും അവരതിൻ്റെ ഡിഫെക്ട്സും ഇറഗുലാരിറ്റീസും റെക്ടിഫൈ ചെയ്യുന്നത് വരെ അത് പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുപോകണം. കമ്മിറ്റി അവരെ അറിയിക്കണം, ജനറൽ ബോഡിയിലെ ആൾക്കാരെ, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ റെഡിയാക്കി, ഇനി ഇന്ന പ്രശ്നങ്ങളും കൂടി റെഡിയാക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്ന വരെ അവരത് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഇനി അടുത്തത് പറയുന്നത്, കമ്മിറ്റി ഷാൾ സെൻഡ് എ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ടേക്കൺ ടു ദ DCA ആൻഡ് ടു ദ രജിസ്ട്രാർ വിത്തിൻ എത്ര ദിവസത്തിനകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ ആക്ഷൻ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ റെഡിയാക്കി ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള DCAക്കും രജിസ്ട്രാർക്കുള്ള റിപ്പോർട്ട് പോകുന്നത് 15 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിങ്ങിൽ അവതരിപ്പിച്ചുല്ലോ, കാര്യങ്ങളൊക്കെ തീരുമാനമായി. ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ 15 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞ് 15 ദിവസത്തിനകം എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്, DCAക്കും രജിസ്ട്രാർക്കും കൊടുക്കണം 15 ദിവസത്തിനകം എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു അമെൻമെൻറ്റ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് ഓഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത്രയും പോയിന്റുകളാണ്. അപ്പം നമുക്ക് ഈ ഓഡിറ്റിൻ്റെ ജസ്റ്റ് പ്രൊസീജിയേഴ്സ്, അതായത് ഡേറ്റുകളെ ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കാം, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ മാറ്റം വന്നതും മാറ്റം വരാത്തതും എല്ലാം നമ്മൾ പറയാണ്. അപ്പോൾ ആദ്യം ഓഡിറ്റ് മാനുവൽ നമ്മൾ പറഞ്ഞു, DCA ആണ് ഓഡിറ്റ് മാനുവൽ. ആരാണ് ചെയ്യേണ്ടതെന്ന് DCA ആണ് ചെയ്യേണ്ടത്. റിവൈസ് ഓഡിറ്റ് മാനുവൽ എവിടെ നിന്നാണ് കിട്ടുക, പിന്നെ രജിസ്ട്രാറിനാണ് കേട്ടോ. ഓഡിറ്റ് മാനുവൽ രജിസ്ട്രാർ ഓഫീസിലുണ്ടാവും. അപ്പോൾ ഓഡിറ്റ് മാനുവലിന് ഷുഡ് ബി റിവൈസ് ചെയ്യേണ്ടത് ആരാണ്, DCA ആണ് കേട്ടോ. ആരൊക്കെയായിട്ട് അതിൻ്റെ റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ കൊടുക്കുന്നത് ആരാന്ന് നമ്മൾ കണ്ടു. NABARD ഉണ്ട്, പിന്നെ രജിസ്ട്രാർ ഉണ്ട്, RBI ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓഡിറ്റ് മാനുവൽ ഷുഡ് ബി റിവൈസ് ചെയ്യേണ്ടത് എവരി 5 ഇയേഴ്സ് കൂടുമ്പം DCA ആണ് റിവൈസ് ചെയ്യേണ്ടത് എന്ന് ഓർക്കുക. എവരി 5 ഇയേഴ്സ് കൂടുമ്പം DCA ആണ് ഓഡിറ്റ് മാനുവൽ റിവൈസ് ചെയ്യേണ്ടത് എന്നോർക്കുക. പിന്നെ അടുത്തത് നോക്കാം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ഓഡിറ്റഡ് വിത്തിൻ
ഡാഷ് ഓഫ് ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. എന്താ ഉത്തരമായിട്ട് വരിക? എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ഓഡിറ്റഡ് വിത്തിൻ 6 months അല്ലേ? 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് റിക്വയർഡ് ഫോർ ഓഡിറ്റ്. ഓഡിറ്റിന് ആവശ്യമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും മറ്റ് വിവരങ്ങളും ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ദ ആരാ പ്രിപ്പയർ ചെയ്യുക? ചീഫ് എക്സിക്യൂട്ടീവ് വിത്തിൻ എത്ര ദിവസത്തിനകം? 1 monthനകം. എങ്ങനെയാണ്? 1 monthനകമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. പ്രിപ്പയർ ചെയ്തിട്ട് അയാൾ എന്താ ചെയ്യുക? മാനേജിങ് കമ്മിറ്റിക്ക് മുമ്പാകെ അയാൾ കമ്മിറ്റിയിൽ സമർപ്പിച്ചിട്ട് പോവും. ഈ മാനേജിങ് കമ്മിറ്റി എന്ത് ചെയ്യണം? ഷുഡ് സബ്മിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ ഓഡിറ്റർ വിത്തിൻ എത്ര നാൾക്കകം? 15 ദിവസത്തിനകം. അതാണ് മാറിയത്. ആദ്യം 1 മാസമായിരുന്നു. ആദ്യം രണ്ടും 1 മാസമായിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ചെയ്യണത് 1 മാസമായിരുന്നു. മാനേജിങ് കമ്മിറ്റി ഓഡിറ്റർക്ക് കൊടുക്കുന്നതും 1 മാസമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കി സമർപ്പിക്കുന്നത് 1 മാസം തന്നെ. പക്ഷേ ഈ മാനേജിങ് കമ്മിറ്റി സബ്മിറ്റ് ചെയ്യേണ്ടത്, ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് 15 ദിവസമാക്കി കുറച്ചിട്ടുണ്ട്. അപ്പോൾ 15 ദിവസമാണ് കേട്ടോ. പിന്നെ എവറി ഓഡിറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം എന്ത് ചെയ്യണം? എല്ലാ ഓഡിറ്റും കംപ്ലീറ്റ് ആക്കണം അല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് DCA ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ പബ്ലിഷ് ചെയ്യുന്നു എന്ന് വെക്കുക. അത് എത്ര നാൾക്കകമാണ്? അത് 60 ദിവസത്തിനകം വേണം കേട്ടോ. വിത്തിൻ 60 days ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. DCA ആണ് ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ പബ്ലിഷ് ചെയ്യേണ്ടത്. ആരാണ്? DCA ആണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ അതിനുള്ള വിവരങ്ങളൊക്കെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സ് അല്ലേ. അപ്പോൾ അദ്ദേഹമാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. പബ്ലിഷ് ചെയ്യുന്നത് 60 ദിവസം, 60 days ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് വരുന്നത് ഓഡിറ്റർ എത്ര നാൾക്കകം ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം? എത്ര നാൾക്കകമാണ്? 90 ദിവസമാണ് പുതിയത് കേട്ടോ. പഴയതാണ് 4 മാസം. പണ്ട് 4 months ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് 90 ദിവസത്തിനകം ഓഡിറ്റർ ഓഡിറ്റിംഗ് നടത്തണം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഓഡിറ്ററുടെ കയ്യിലെത്തിയേ രേഖകളൊക്കെ ഓഡിറ്ററുടെ കയ്യിലെത്തി. അതായത് 6 മാസത്തിനകം ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 6 മാസത്തിനകം ഓഡിറ്റിംഗ് നടത്തണം. അങ്ങനെയാണ് നിയമം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. 6 മാസത്തിനകം സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം എല്ലാ വർഷവും അതാത് വർഷവും അതതിൻ്റെ ഓഡിറ്റ് ചെയ്യണമെന്നുള്ളത് ആരുടെ ജോലിയാണ്? ആരുടെ ജോലിയാണ്? കമ്മിറ്റിയുടെ ജോലിയല്ലേ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? പിന്നെ ആരുടെ ജോലി? ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ജോലി. ചീഫ് എക്സിക്യൂട്ടീവാണ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് 1 മാസത്തിനകം എന്ത് ചെയ്യണം? 1 month ആണ് പറയുന്നത് കേട്ടോ. 1 month അകം അത് എവിടെ സമർപ്പിക്കുന്നു? മാനേജിങ് കമ്മിറ്റിക്ക് കൊടുത്തിട്ട് പോകുന്നു. മാനേജിങ് കമ്മിറ്റിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആർക്ക് കൊടുക്കുന്നത്? ഓഡിറ്റർക്ക് കൊടുക്കുന്നത്. ഓഡിറ്റർക്ക് കൊടുക്കുന്ന ഡേറ്റ് എങ്ങനെയാണ്? 15 ദിവസമാണ് കേട്ടോ. അപ്പോൾ ഓഡിറ്റർ അടുത്തെത്തി. ഈ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? 90 ദിവസത്തിനകം എന്ത് പൂർത്തിയാക്കണം? ഓഡിറ്റിംഗ് പൂർത്തിയാക്കണം. ഓഡിറ്റർ 90 ദിവസത്തിനകം ഓഡിറ്റിംഗ് പൂർത്തിയാക്കണം. അപ്പോൾ ഓഡിറ്ററുടെ കയ്യിലാണ് ഡാറ്റ കംപ്ലീറ്റ് ഇരിക്കുന്നത്. പിന്നെ ആരാണ് പബ്ലിഷ് ചെയ്യുക? പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? DCA ആണ്. അത് എത്ര നാൾക്കകം പബ്ലിഷ് ചെയ്യണം? 60 ദിവസത്തിനകം കേട്ടോ. സാമ്പത്തിക വർഷം അവസാനിച്ച് 60 ദിവസത്തിനകം പാനലിനൊക്കെ പിന്നെ കൊടുക്കണം. ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ അത് ഒക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തുല്ലോ. ഓഡിറ്റർ എന്ത് ചെയ്യണം? ഈ ഓഡിറ്റ് റിപ്പോർട്ട് വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റർ ഷാൾ സബ്മിറ്റ് ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് കഴിഞ്ഞ് എത്ര ദിവസത്തിനകം ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം? 30 ദിവസത്തിനകം. അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ. 30 ദിവസത്തിനകം വേഗം ഇങ്ങേർക്ക് കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? DCAക്ക് കൊടുക്കണം അല്ലേ. ഓക്കെ. ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ദ DCA ഷാൾ ഇഷ്യൂ ആൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വിത്ത് ഓഡിറ്റ് മെമ്മറാണ്ടം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം DCA എന്ത് ചെയ്യണം? ഒക്കെ റെഡിയാണോ നോക്കിയിട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ എന്തുണ്ടാവും? ഓഡിറ്റ് മെമ്മറാണ്ടം കൂടി ഉണ്ടാവും. ഓഡിറ്റ് മെമ്മറാണ്ടം കൊടുക്കേണ്ടതാണ് 45 days പറയണം കേട്ടോ. 45 days പറയണത് അതാണ്.
3 months ആയിരുന്നു ആദ്യം, ഇപ്പം 45 ദിവസമാണ്. 45 ദിവസത്തിനകമാണ് DCA കൊടുക്കേണ്ടത്, സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത്, ഓഡിറ്റ് മെമ്മോറാണ്ടം അടക്കം കൊടുക്കേണ്ടത്. പിന്നെ ഓഡിറ്റിംഗ് ഫീസ് അതിന് മാറ്റമൊന്നുമില്ല, പഴയ തന്നെയാണ്. ഓഡിറ്റിംഗ് ഫീസ് ഷുഡ് ബി പെയ്ഡ് വിത്തിൻ 1 month, 1 മാസം, ഫ്രം ദ ഡേറ്റ് ഓഫ് ഗെറ്റിംഗ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് 1 മാസത്തിനകം എന്ത് ചെയ്യണം, ഓഡിറ്റ് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ജനറൽ ബോഡി എന്ത് ചെയ്യണം, വെറുതെ പ്രസൻറ്റ് ചെയ്താൽ പോരാ, അത് 15 ദിവസത്തിനകം, അതായത് ജനറൽ ബോഡി കൂടിയിട്ട് 15 ദിവസത്തിനകം എന്ത് ചെയ്യണം, ഈ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കമ്മിറ്റി സെൻഡ് റിപ്പോർട്ട് ആക്ഷൻ കൊടുക്കണം. ആർക്ക്? സബ്മിറ്റ് ചെയ്യണം, ഓഡിറ്റർക്ക് കേട്ടോ. DCAക്കാണ് കേട്ടോ. ഓഡിറ്റർ എന്ന് വെച്ചാൽ ഇവിടെ പ്രധാന ആൾ DC ആണല്ലോ. അദ്ദേഹത്തിനാണ് ഈ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ടേക്കൺ ടു DCA ആൻഡ് ടു ദ രജിസ്ട്രാർക്ക്, രണ്ടാൾക്കും കൂടി 15 ഡേയ്സിനകം കൊടുക്കണം. 2 പ്രധാനപ്പെട്ട തലവന്മാർ അവർ 2 പേരുമാണ്. പിന്നെ ഈ കമ്മിറ്റി ഈ റെക്ടിഫിക്കേഷൻ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് DCAക്കും രജിസ്ട്രാർക്കും ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് കമ്മിറ്റി ഷുഡ് സബ്മിറ്റ് റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്ട്സ് റിപ്പോർട്ട് ടു DCA ആൻഡ് രജിസ്ട്രാർ വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഗെറ്റിംഗ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യണം, 2 മാസത്തിനകം അയക്കണം കേട്ടോ, സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ഒരു കുറേ ഡേറ്റുകളാണ്. അപ്പോൾ ആകെ നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന മേഖലയാണ്. അപ്പോൾ അതൊന്ന് അനുസരിച്ച് വായിച്ച് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഇത്രയാണ് അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഈ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ വരുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ടൈമിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഭാഗം ഇത്തിരി കൺഫ്യൂസിങ് ഭാഗമാണ്. അപ്പോൾ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കോട്ടെ, കമൻ്റായി ചോദിക്കോട്ടെ. അപ്പോൾ നമുക്കത് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.